പ്രിയമുള്ളവരെ നമസ്കാരം. അവിടെ ഇവിടെയുമായിട്ട് കിടന്ന് വിമർശിക്കുന്ന ആൾക്കാർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കരുത്, അവന്മാരെയൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന്മാരൊക്കെ കിടന്ന് കാണിക്കുന്നത് എന്നാണ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുകയും അർഹിക്കുന്ന അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് നേർക്കുനേരെ സംവദിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് എന്നോട് പറയൂ, അപ്പോൾ ഞാൻ പറയാം നിങ്ങൾ ആരാണെന്ന്. ഈ വാക്കുകൾ ഏതോ പ്രസിദ്ധനായ ഒരു ചിന്തകന്റേതാണ്. ഇതിപ്പോൾ പറയാൻ കാരണം അഖിൽ മാരാരുടെ മുൻപ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടാണ്. യൂട്യൂബർമാരെ പട്ടികളെന്ന് വിളിച്ച സുഹൃത്തുക്കളുണ്ടല്ലോ, പണ്ട് നിരന്തരം ബന്ധപ്പെടുകയും ഞങ്ങളുടെയൊക്കെ വീഡിയോസ് പുറത്തു വരുന്നത് കാത്തിരുന്നിട്ട് അത് പൊക്കിയെടുത്തുകൊണ്ടുപോയി 900 ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും വ്യക്തിപരമായി വിളിച്ചിട്ട് ഒത്തിരി അഭിനന്ദനം അറിയിക്കുകയും ചെയ്ത ആൾക്കാരായിരുന്നു. അവരുടെയൊക്കെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇപ്പോൾ അഖിൽ മാരാരുടെ ഈ വാക്കുകളിൽ കൂടി വ്യക്തമാവുകയാണ്. അല്ല, അവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ പട്ടികളാണ് എന്ന് തോന്നി തുടങ്ങിയത്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്നുള്ള പഴമൊഴി കേട്ടിട്ടുണ്ട്. മാരാർക്കൊപ്പം നടന്നതുകൊണ്ട് അവരിൽ വന്ന മാറ്റമാണോ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്, അതോ അവർക്കൊപ്പം നടന്നതുകൊണ്ട് മാരാർ അവരെ പോലെ ആയതാണോ എന്നുള്ള സംശയത്തിലാണ്. പക്ഷേ നിങ്ങളിപ്പോൾ നട്ടല്ലില്ലാത്തവന്മാരെന്ന് ആക്ഷേപിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾ പട്ടികളെന്ന് വിളിച്ച് അപമാനിക്കുകയും ചെയ്ത ഈ യൂട്യൂബേഴ്സിന്റെ 1 വർഷം മുൻപുള്ള വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണാൻ തയ്യാറാകണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ അഖിൽ മാരാർ എന്നൊരാൾ ബിഗ് ബോസ് മലയാളം സീസൺ 5 ടൈറ്റിൽ വിന്നറായി വരണം എന്നുള്ളത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും കയറിയെല്ലാം നിങ്ങളെ വെളുപ്പിച്ച യൂട്യൂബർമാരുടെ വീഡിയോകൾ, അവരുടെ ആത്മാർത്ഥത, അങ്ങനെയുള്ളവരെ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന വാക്കുകൾ കൊണ്ട് സംബോധന ചെയ്യുക തന്നെ വേണം. അല്പം നന്ദി വേണമായിരുന്നു എന്നൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷേ അല്പം വിവേകം കാട്ടാമായിരുന്നു. ഇത് പറയുന്നത് കുറച്ച് വൈകാരികമായി തന്നെയാണ് എന്ന് കൂട്ടിക്കൊള്ളൂ. കാരണം നിങ്ങൾ ഒരിക്കൽ പറഞ്ഞൊരു പ്രസ്താവന ഓർമ്മ വരികയാണ്. ദുൽഖർ സൽമാൻ ഏതോ ഒരു സ്റ്റേജിൽ വന്നപ്പോൾ അയാൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് കയറി ചെന്നപ്പോൾ പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ച് ആരോ നിങ്ങളെ പരസ്യമായി പിടിച്ച് തള്ളി മാറ്റി. അത് നിങ്ങൾക്ക് വലിയ വേദനയുണ്ടാക്കിയെന്ന്. ഒരു ഫിലിം സ്റ്റാറിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ള ജസ്റ്റ് നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ ആ അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ അത്രമാത്രം വേദന നിങ്ങൾക്കുണ്ടായെങ്കിൽ കുറഞ്ഞത് 100 ദിവസമെങ്കിലും ആയിരക്കണക്കിന് വീഡിയോകൾ എടുത്ത് നിങ്ങളെ ന്യായീകരിച്ചും വെളുപ്പിച്ചും നിരന്തരം നിങ്ങൾക്ക് വേണ്ടി വീഡിയോകൾ ഇട്ടുകൊണ്ടിരുന്ന യൂട്യൂബർമാരെ നിങ്ങൾ ഇപ്പോൾ ആക്ഷേപിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? നിങ്ങളെ ന്യായീകരിച്ചു, നിങ്ങളെ വെളുപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ നെറ്റി ചുളിയുമായിരിക്കും എന്തിനെക്കുറിച്ചാ ഇതൊക്കെ പറയുന്നതെന്ന്. അതുകൊണ്ട് അത് ചിലതൊക്കെ ഒന്ന് വ്യക്തമാക്കാം. നിങ്ങൾ സ്ത്രീവിരുദ്ധനാണ് എന്ന് നിരന്തരം ഒരു കൂട്ടം ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ, നിങ്ങൾ ലുലു മാളിൽ പോയി മുണ്ട് പൊക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും, പിന്നെ മുണ്ട് ബിഗ് ബോസിനുള്ളിൽ വെച്ച് പൊക്കിക്കാട്ടിയപ്പോഴും, അട്ടപ്പാടിയിലെ മധുവിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വിവാദമായപ്പോൾ, ലാലേട്ടൻ പരസ്യമായി മധുവിന്റെ ബന്ധുക്കളോട് മാപ്പ് പറഞ്ഞപ്പോൾ, ശോഭയോട് സുഖിപ്പിക്കൽ പരാമർശം നടത്തിയപ്പോൾ, റനീഷയുടെ വയറ് നല്ല വയറാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തമാശ പറഞ്ഞപ്പോൾ, നിങ്ങൾക്കെതിരെയുള്ള പ്രധാന ആയുധമായ ഒരു സമൂഹം അതിനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനൊക്കെ ശ്രമിച്ച യൂട്യൂബ് ചാനലുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. തീർന്നില്ല, നിങ്ങൾക്ക് മൂലക്കുരുവിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട പല മത്സരങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിന്നു. ഒടുവിൽ ലാലേട്ടൻ പറഞ്ഞു വയ്യാത്തവന്മാർ വീട്ടിൽ പോയിരിക്കണം, ഇതിനകത്ത് തുടരരുത് എന്ന്. ആ സമയത്ത് അത് ന്യായം എന്ന് പറയാതെ ലാലേട്ടനെ കടന്നാക്രമിക്കുവാൻ തയ്യാറായവരാണ് ഈ പറയുന്ന യൂട്യൂബർമാർ. അന്ന് ലാലേട്ടൻ പറഞ്ഞ വാക്കുകൾ, ഇതൊരു മത്സരമാണ്, മത്സര മനോഭാവമുള്ളവർക്ക് വേണ്ടിയുള്ളതാണത്, അതിന് പ്രാപ്തിയുള്ളവർ മാത്രമേ ഇവിടെ വരാവൂ, ഇത് കാണുവാൻ കാത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, അവരെ നിരാശപ്പെടുത്തുകയാണ്, അവരെ അപമാനിക്കുകയാണ് ഈ കാട്ടിക്കൂട്ടലുകളിലൂടെ. ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. എന്തിനു വേണ്ടി? അഖിൽ മാരാർ, ഷിജു, വിഷ്ണു കൂട്ടുകെട്ട് പലപ്പോഴും മത്സരങ്ങൾ വരുമ്പോൾ പരസ്പരം മത്സരിക്കാതെ മാറി നിന്ന സ്ഥലങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. നേർക്കുനേർ മത്സരിക്കേണ്ടി വന്ന സാഹചര്യങ്ങളിൽ കൂട്ടുകാരനു വേണ്ടി മാറിക്കൊടുക്കുവാനും തോറ്റുകൊടുക്കുവാനും ഒക്കെ കാണിച്ച ആ മഹാമനസ്കതയുണ്ടല്ലോ, അതൊക്കെ മത്സരം കാണുവാൻ വേണ്ടി പുറത്തിരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരെ അസ്വസ്ഥരാക്കുകയും ചൊടിപ്പിക്കുകയും അത് ചർച്ചയാക്കി മാറ്റുകയും ചെയ്തപ്പോൾ ഈ യൂട്യൂബ് ചാനലുകൾ നിങ്ങളെ വെളുപ്പിക്കുവാൻ വേണ്ടി നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് നിങ്ങളിപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. പിന്നെ വെറുതെ വരികയൊന്നും വേണ്ട, ഒരു നേരത്തെ ശാപ്പാടും കൂടെ തന്നേക്കാമെന്ന്. എൻ്റെ മാരാരെ, നിങ്ങൾ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി വന്ന സമയത്ത് എന്നെ ഇത്രത്തോളം വെളുപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു കൂട്ടം ആൾക്കാർ ഈ കേരളത്തിന്റെ വിവിധ കോണുകളിലുണ്ടല്ലോ. ഒരു ദിവസം നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ഒരുമിച്ച് കൂടാം, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് പിരിയാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച പല യൂട്യൂബർമാരും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വിവേകം അന്ന് നിങ്ങൾ കാട്ടിയില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ചില വാക്കുകളിൽ പിശകുണ്ട് എന്നവർ തുറന്നു പറയാൻ തയ്യാറായപ്പോൾ നിങ്ങൾ അവരെ നട്ടല്ലില്ലാത്തവന്മാരെന്നും വഴിയിൽ കിടന്നവന്മാരെന്നും ഒക്കെ വിളിച്ചു പറയുകയാണ്.
ഞങ്ങളൊന്നും വഴിയിൽ കിടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നവരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് വലിയ ഫ്ലാറ്റ് ഉണ്ടായിരിക്കും, മനോഹരമായ വീടുണ്ടായിരിക്കും, അതിനുള്ളിൽ ഇരുന്നു കൊണ്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. ഇതുപോലെ തന്നെ ചെറുതാണെങ്കിലും ഞങ്ങളുടെ വീടുകൾ ഞങ്ങൾക്കും കൊട്ടാര തുല്യമാണ്. അതിനകത്തിരുന്നു കൊണ്ട് നിങ്ങൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയാണോ ഈ സമൂഹത്തോട് സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതേ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? വഴിയിൽ കിടന്നുകൊണ്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഈ പ്ലാറ്റ്ഫോമുകളിൽ കൂടി തന്നെയാണ് ഞങ്ങളും സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ അത് തിരുത്താനുള്ള ആർജവം കാണിക്കുകയും ഇല്ല എങ്കിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുകയും ചെയ്യണം. എന്തായാലും നിങ്ങളുടെ വെല്ലുവിളിയെ ഏറ്റെടുക്കുവാൻ നട്ടല്ലുള്ളവരാരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് ഒരു സംവാദത്തിനുള്ള അവസരം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അവിടെ ഭക്ഷണമൊന്നും ഓർഡർ ചെയ്യണ്ട, ഞങ്ങളും വരാം, ഞങ്ങളും സംസാരിക്കാം, പുറം ലോകം കേൾക്കട്ടെ, അതിനുശേഷം പുറം ലോകം വിധി എഴുതട്ടെ ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് അന്യായം എന്നൊക്കെ. അങ്ങനെ ഒരു വേദി സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുകയാണെങ്കിൽ മുണ്ടുപൊക്കൽ പോലെയുള്ള പ്രമാദമായ പല വിവാദങ്ങളും കത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ പലരും ഞങ്ങളെ വിളിക്കുകയും അഭിനന്ദിക്കുകയും ഞങ്ങളൊക്കെ വലിയ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന സത്യശീലന്മാരാണ് എന്ന് മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്ത ചില വോയിസ് ക്ലിപ്പുകളൊക്കെ ഇപ്പോഴും കയ്യിൽ കിടപ്പുണ്ട്. ഇതൊക്കെ ഒന്ന് കേൾപ്പിക്കുകയും അപ്പോൾ തന്നെ ആ ശബ്ദത്തിന്റെ ഉടമകളായിരുന്ന വ്യക്തികളെ ഒന്ന് തിരിച്ചറിയുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. എന്തായാലും കൂടുതൽ പറഞ്ഞ് മെനകേടുണ്ടാക്കുന്നില്ല. എത്രയും വേഗം താങ്കൾ സംഘടിപ്പിക്കുവാൻ പോകുന്ന ആ സംവാദത്തിലേക്ക് എത്തിപ്പെടുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോയിലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.